ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇന്ന് കാണിച്ച് തരാൻ പോകുന്നത് ഞാൻ ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയ കുറച്ച് ബുക്സും പിന്നെ കടയിൽ നിന്ന് ഒരു ഡയറി ഒക്കെ മേടിച്ചിട്ട് ഞാൻ ആ ഡയറിയിൽ തന്നെ കുറേ പണിയൊക്കെ ചെയ്തിട്ട്, അതായത് ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുള്ള ഇതും കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. കുഞ്ഞു കുഞ്ഞു ബുക്സും ഉണ്ട്, വലിയ വലിയ ബുക്സും ഉണ്ട്. വലിയത് 2 കുഞ്ഞത് 3 ഉണ്ടാവുള്ളൂ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് ഞാനൊരു കാര്യം പറയാൻ പറഞ്ഞു. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുന്നതിന് മുന്നേ, ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, വീഡിയോ കാണുന്നതിന് മുന്നേ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്ത് കാണാൻ ബെല്ലിക്കണ അടിച്ചു പൊട്ടിക്കുക. അപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് ഫസ്റ്റ് നമുക്ക് വലുതെന്ന് പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ഞാൻ ചെയ്യുന്ന ജേണൽ ബുക്ക് ഞാൻ കാണിച്ചത് ഇതാണ്. ഇതാണ് ഞാൻ ചെയ്യുന്ന ജേണൽ ബുക്ക്. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗമാണ് ഞാൻ കാണിച്ചിട്ട് പറഞ്ഞത്. ഇതിങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ സ്കൂളിലേക്ക് മേടിച്ചാണ്. അപ്പോൾ അതുകൊണ്ടാട്ടോ അത് ഞാൻ ഇത് ഇറ്റ്സ് മീ പ്രൈവസി ജേണൽ, മോട്ടിവേഷൻ ജേണലാണ്. ബട്ട് അതിൽ എഴുതിയിരിക്കുന്ന ഒരു പ്രൈവസി, അത് നിങ്ങൾക്ക് വായിക്കാൻ പറ്റും ചിലപ്പോൾ പോസ് ആക്കിയിട്ട്. ഐ ആം ഓൾവേസ് ഹാപ്പി എന്നൊക്കെ എഴുതിയിട്ട് ഫസ്റ്റ് ഞാൻ ജേണൽ ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യുന്നത് എനിക്കൊരു പിടുത്തില്ല. ഇപ്പോഴൊക്കെ ഞാൻ ചെയ്യുന്ന ജേണൽ വെച്ചാൽ റയറല്ല, ഇത് ഞാൻ ഹോം മെയ്ഡായിട്ട്, ഇത് ജേണൽ പേജല്ല കേട്ടോ, ഹോം മെയ്ഡൊക്കെ ആയിട്ട് ഉണ്ടാക്കിയ ഓരോ സാധനങ്ങളും ഒക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് കുറേ ഉണ്ട്, ഇതാണ് ഞാൻ എപ്പോഴും ചെയ്തത്, കുറേ സാധനങ്ങൾ വെച്ച് ചെയ്തത്. ഇത് കൊളാണ്. പിന്നെ ഇതെൻ്റെ ഫ്രണ്ട് നമുക്ക് ജംസിൻ്റെ പാക്കറ്റൊക്കെ വെച്ചിട്ട് ചെയ്തത് മെമ്മറി ജേണലാണെങ്കിൽ പറയാം. ഇതൊക്കെ എൻ്റെ ഫ്രണ്ട് എനിക്ക് ഉണ്ടാക്കി തന്നത്. അവൾ തന്ന സ്റ്റിക്കർ, അവൾ എനിക്കൊരു ലെറ്റർ പോലെ ആക്കിയിട്ട് തന്നിട്ടുണ്ട്, അത് ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. എൻ്റെ ഇവിടെ ഇടയ്ക്ക് ഒരു കവർ സ്റ്റിക്കേഴ്സ്. പിന്നെ ഇത് ഞാൻ ഉണ്ടാക്കിയല്ല, എൻ്റെ ഒരു ചിത്രം വയ്ക്കുന്ന ബുക്കിൽ നിന്ന് എടുത്താണ് ഞാൻ കയറിയിട്ട്. ഇതൊരു കടയുടെ ഒരു ചട്ട പോലത്തെ സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നു, അത് വെച്ചിട്ട് പിങ്ക് ജേണൽ പോലെ ചെയ്തത്. അടുത്തത് ഈ ഒരു ജേണൽ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല രസമുള്ള പേസ്റ്റൽ ബ്രഷില്ലേ, പേസ്റ്റൽ കളറിൻ്റെ അതൊക്കെ വെച്ചിട്ട്. ഇതും നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു പോലത്തെ, അത് നേരത്തെ ഞാൻ പറഞ്ഞില്ല, ഒരു ഫ്രണ്ട് ഉണ്ടാക്കി തന്നാണ് കേട്ടോ. പിന്നെ ഇത് മാഗിയുടെ ചാനൽ, ഇപ്പിയുടെ ചാനലാണ്. ശരിക്കും പറഞ്ഞാൽ ഈ കവറുകളൊക്കെ കിട്ടുമ്പോൾ അത് വെച്ച് ചാനൽ ചെയ്ത് ഞാൻ കൂടുതൽ കട്ടിലേക്ക് കട്ടി കൂട്ടാൻ വേണ്ടിയിട്ടാണ്. വലിയ വ്യൂവേഴ്സ് പേസ്റ്റൽ ജേണൽ അങ്ങനെയൊക്കെ എഴുതിയിട്ട്. ഇതൊക്കെ എൻ്റെ പേസ്റ്റൽ ബ്രഷ് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയതും എൻ്റെ ഫ്രണ്ട് ഉണ്ടാക്കി തന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ സ്വന്തമായിട്ടൊന്നും ഉണ്ടാക്കുകയും ചെയ്തു, സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ എനിക്ക് എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടാക്കി തരുന്നതുകൊണ്ട്. ഇത് ഞാൻ ബ്രഷ് പെന്ന്, ഇത് ഞാൻ വരച്ചിട്ട് ബ്രഷ് പെന്ന് വെച്ച് കളർ അടിച്ചാണ്. എന്താ ഇതും ബ്രഷ് പെന്ന് കേട്ടോ, സിൽവർ അതിൻ്റെ കൂടെ കിട്ടിയത്. അത് ഞാൻ കാണിക്കാറുണ്ട്, മെയിനായിട്ട് ഇതാണ് കാണിക്കേണ്ടത് ഗൈസ്. കാണിച്ചാൽ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ക്ലാസ്സിലേക്ക് ഉണ്ടാക്കിയത് നോക്കുമ്പോൾ കൊണ്ടുവരുന്ന ഡേറ്റ് കഴിഞ്ഞു, അതായത് ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞു അറിയാണ്ട് ഞാൻ അതിൻ്റെ പിറ്റേ ദിവസം കൊണ്ടു. അപ്പോൾ ആ ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞിട്ട് ഞാൻ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് വെറുതെ കളണ്ടറിൽ വിചാരിച്ച് ജേണലിൽ ഒട്ടിച്ചാണ്. ഇത് ഉമ്മ ഡ്രസ്സൊക്കെ അടിക്കുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ താഴെ വെക്കുന്ന ലേസ് എന്നൊക്കെ അതിനായിട്ട് ഉമ്മ പറയാൻ കേട്ടിട്ടുണ്ട്. ശരിക്കും പേരറിയില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ ബ്രഷ് പെന്നെ കിട്ടിയതിന് ശേഷം വെച്ചിട്ടാണ് ചെയ്തിരുന്നത്. ഇത് എൻ്റെ ഫ്രണ്ട് എന്ന ഭാഷയുടെ ടേപ്പും, ഇത് താത്ത ഉണ്ടാക്കിയ സ്റ്റിക്കറും, ഇത് ഞാൻ വരച്ച ബട്ടർഫ്ലൈ, ഇതൊക്കെ ഞാൻ വരച്ചതാണ്. ഇതിൻ്റെ അപ്പുറത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ അപ്പുറത്ത് ഭയങ്കര കിട്ടും ഉണ്ടോ, ഇതൊക്കെ ഇഷ്ടമായി, ഇതും ഇഷ്ടമായി. ഇതിൽ താത്ത ചെയ്തതാണ്. പിന്നെ ഇത് പ്രത്യേകിച്ചുണ്ട്, ഇത് 3 പേജാണ് എടുത്തത്. പിന്നെ ഇതെൻ്റെ ഫ്രണ്ട്സിൻ്റെ പേര് എഴുതിയിട്ട്, ഇതിലൊരു ഫ്രണ്ടാണ് എൻ്റെ അടുത്ത് നിൽക്കുന്ന ഈ ഒരു ഫ്രണ്ടാണ് എനിക്ക് ശരിക്കോളൊന്നുമല്ല കേട്ടോ, ഈ ഒരു ഫ്രണ്ടാണ് എനിക്ക് എന്താ പറയുക ഞാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുള്ളത്. പിന്നെ വാശിട്ടപ്പ് പറഞ്ഞാൽ ഇത് ഞാൻ വെറുതെ ചെയ്ത കേട്ടോ, ഇതാണല്ലോ. പിന്നെ ഇത്രയാണ് ഉള്ളൂ ഇതിൽ ചെയ്യാനായിട്ട്. അടുത്ത പേജ് നമുക്ക് തുടങ്ങുന്നുണ്ട്. ഇത് ചെയ്തപ്പോൾ തന്നെ പകുതി മുക്കാലും കട്ടിയായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് സമാധാനമായി, കാരണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ ഞാൻ ചെയ്ത് നോക്കുന്നത്. ബുക്കൊക്കെ കട്ടിയായിട്ട് വേണം, വലിയ ഭയങ്കര ബുക്സ് പേജുള്ള ഡയറി ആയതുകൊണ്ട് തീരണില്ല. അടുത്ത ജേണൽ ബുക്ക്, ഇതും ജേണൽ ബുക്കാണ്. ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാണ്. മറ്റേത് പറയുന്നത് ഞാൻ എൻ്റെ കയ്യിലെ പേപ്പർ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്ത് ഇവിടെ കീറിപ്പോയോണ്ട് ഞാനവിടെ കളർ അടിച്ചത്, പക്ഷെ കളറ് മാറിപ്പോയി. പർപ്പിളല്ല, പക്ഷെ ഡാർക്കല്ല മാത്രം. ഇതൊക്കെ ഞാൻ വരച്ചിട്ട് ചെയ്തതാണ്. ഇവിടെ ശരിക്കും ഒരു ഓംലേറ്റ് ഉണ്ട്, അത് വെട്ടി വെക്കുമ്പോൾ മൊത്തത്തിലോട്ട് പോയി. അപ്പോൾ ഞാൻ ഇങ്ങനെ വെച്ച് നല്ല രസമുണ്ട് കാണാൻ. ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയാണ്. ഇതും എൻ്റെ ഫ്രണ്ട് ഉണ്ടാക്കി തന്ന വശിട്ടപ്പെട്ട. ഇത് ഞാനല്ലോ കാർഡ്ബോർഡ് ഇങ്ങനെ വെച്ചിട്ട് അത് ചെയ്താൽ വലിയ പെർഫെക്ഷനൊന്നും ഇല്ല എന്തായാലും. ഇപ്പോൾ പോരും പേജ് അങ്ങനത്തെ ഒരു രീതിയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് നല്ലപോലെ സ്റ്റാപ്ലറൊക്കെ അടിക്കണം. അത് സ്റ്റാപ്ലർ അടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ, അത് കാണാതിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇതിങ്ങനെ അടിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഇതിലും ഇവിടെയാണ് ഞാൻ ചെയ്തത് പിങ്ക് ജേണൽ വെച്ചാൽ ഭയങ്കര പിങ്ക്. ഇത് ഞാൻ ഉണ്ടാക്കിയാണ്. ഇതും ഞാൻ ഉണ്ടാക്കിയാണ്. പിന്നെ ഇത് ഞാൻ ഒരു പിങ്കാണല്ലോ, അപ്പോൾ ഞാനൊരു വൈറ്റ് പേപ്പറിൽ ഇതേപോലെ എഴുതിച്ചിട്ടുള്ള കുറേ പേപ്പേഴ്സ് ഉണ്ട്. ആ പേപ്പേഴ്സിൽ നിന്ന് ഒരു ഇത് അയലാക്ക ടു എന്തായിരുന്നു ശ്രീസ മൈ ബ്രദർ കം. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ വായിക്കുന്ന ഒരു ബുക്കുണ്ട്. അപ്പോൾ ആ ബുക്ക് വായിച്ചു കഴിഞ്ഞു വേണ്ട, കാരണം എന്താ വെച്ചാൽ അതിനൊരു ഇത് ഗുമ്മില്ല. എനിക്ക് വേണമെങ്കിൽ റീക്രിയേറ്റ് ചെയ്തെടുത്തിട്ട് നല്ല വൃത്തിക്കൊക്കെ ആക്കിയെടുക്കാം.
പിന്നെ എന്താ പറയുക, വായിക്കണ ബുക്ക് വെച്ചാൽ ആ ബുക്ക് പൊട്ടി പൊളിഞ്ഞ പേജൊന്നും ഇല്ലാണ്ട് അതിന് നല്ല പേജൊക്കെ തപ്പി പിടിച്ചെടുത്ത് ചെയ്തതാണ്. പിന്നെ ഞാൻ എല്ലാവരും ചോദിച്ചിട്ട് എടുക്കുക, ചോദിച്ചത് എടുക്കട്ടോ, അങ്ങനെ എടുത്താൽ. ഇതൊരു BTS ചാനൽ. ആദ്യം ഈ പേർപ്പിൾ കളറുണ്ടല്ലോ, ഞാൻ ഡാർക്ക് അടിച്ച് നോക്കിയാൽ അറിയണ്ട്. പിന്നെ ഞാൻ ലൈറ്റ് ആക്കിയതാണ്, ബിലീവ് ഇൻ യുവർസെൽഫ്. ഇത് ഞാൻ മറ്റേത് ചാനലിൽ നിന്ന് നോക്കി എടുത്തതാ, അല്ല ഇത് ഞാൻ ആദ്യം എഴുതിയിട്ടുണ്ടായിരുന്നു. കഴ്സീറായിട്ട് എഴുതാൻ അറിയാത്തതുകൊണ്ട് തന്നെ സോറി, അങ്ങനെയല്ല, കഴ്സീറായിട്ട് എഴുതായിട്ട് അറിയില്ല. പക്ഷെ ഞാൻ ഇപ്പോൾ കുറച്ച് പഠിച്ചു വരുന്നുണ്ട്. ഒരു വിൻറ്റേജ് തീം ചാനൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കേഴ്സി അല്ല വേണ്ടത്, കേഴ്സി എഴുതാനായിട്ട് വേറെ ഒന്നും തലയിൽ വരുന്നില്ല കേഴ്സിയിൽ ഇപ്പം എന്ത് ചെയ്തു. അപ്പം ഞാൻ വിചാരിച്ചത് കുത്തിവെച്ചേക്കാം, അത് ഞാൻ വരച്ചതാണ്. ഇതിൻ്റെ അടിയിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഇത് ഞാൻ പ്രത്യേകിച്ച് ഒന്നും വേറെ ആയിട്ടൊന്നും ഉദ്ദേശിച്ച് ചെയ്തിട്ടുള്ള ചാനലാണ് കേട്ടോ. ഇത് അപ്പുറത്തില്ല, ഇത് ഈ ഒരു പേജിൽ എൻ്റെ അപ്പുറത്ത് എൻ്റെ താത്ത ചെയ്യുന്നു കേട്ടോ. സ്വന്തം താത്തല്ല, പക്ഷെ ഒരു പേജൊക്കെ ഒട്ടിരിക്കുക, പിൻട്രസ്റ്റി പിങ്ക്. അതിൻ്റെ താത്താടെ ഹാൻഡ് റൈറ്റ്, പക്ഷേ എൻ്റെ ഹാൻഡ് റൈറ്റിങ്ങിലല്ല. പിൻട്രസ്റ്റി പിങ്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പിങ്ക് ചാനൽ. ഇത് ഞാൻ വരച്ചിട്ട് ഉണ്ടാക്കിയ ഫസ്റ്റ് ടൈപ്പാണ്. ഇതുണ്ട് താത്ത ചെയ്തത്, ഡോംസിൻ്റെ. അതാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. നല്ല രസമായിട്ടുണ്ട് താത്ത ചെയ്തത്. ഇത്രയും ഉള്ളൂ ഞാൻ ഉണ്ടാക്കി ഈ ഒരു ബുക്ക് പെട്ടെന്ന് തട്ടിക്കൂട്ടാണ്. കാരണം എന്താ വെച്ചാൽ വലിയ അത്യാവശ്യത്തിന് പേജും ഇല്ല, എന്താ വെച്ചാൽ വലിയ പേജും ഇല്ല. നമ്മൾ ഒട്ടിക്കണമൊക്കെ പേപ്പേഴ്സ് അല്ലേ, അതിൻ്റെ ഒരു കട്ടിയിൽ നോക്കും. പിന്നെ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ കുഞ്ഞു ബുക്സ്. ക്യൂട്ടാണെന്ന് വെച്ചാൽ ക്യൂട്ടാണ്, ക്യൂട്ടല്ലേ വെച്ചാൽ ക്യൂട്ടല്ലേ. ഇത് ശരിക്കും തന്നെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ചാനൽ ഈ ഒരു ഫസ്റ്റ് കാണിച്ച ചാനൽ ബുക്കിലേക്ക് കുറേ സാധനങ്ങൾ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ആ ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഒരു ബുക്ക് ഉണ്ടാക്കി വലിയ പേജൊന്നുമില്ല, നമുക്ക് ഈ കുഞ്ഞു കുഞ്ഞ എന്താ പറയുക കാര്യങ്ങളും തോട്ട്സൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് അങ്ങനെ. പിന്നെ ഇതിൽ കുഞ്ഞിതല്ലേ ചാനലൊക്കെ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കേട്ടോ ഈ ഒരു നോട്ട് ബുക്ക് തരുന്നത്. ഇത് ഞാൻ ഇതിൽ ചാനൽ ബുക്കൊന്നും ഇതിൽ നോട്ട് ബുക്കൊന്നും ആണ്, ഇത് മാറ്റി ചാനൽ ബുക്ക് നോക്കട്ടെ. ഇതിൽ ഞാനൊരു ചാനൽ ചെയ്തിട്ടുണ്ട്, കളർഫുൾ എന്നാട്ടോ. ഓയപ്പോയി കളർഫുൾ ജേർണൽ, ബ്യൂട്ടിഫുൾ ജേർണൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറച്ച് അറിയത്തില്ല. ഇത് ഞാൻ ചെറിയ ബുക്കല്ലേ, വല്ലാണ്ട് തൊട്ടിക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ തന്നെ ഒറ്റ സെക്കൻഡോട് ഇത് ഞാൻ ഈ ഒരു ബുക്ക് ഉണ്ടാക്കിയപ്പോൾ ബാക്കി ഒരു പേപ്പർ ഇങ്ങനെ വന്നു, ഇതേപോലത്തെ പേപ്പർ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ പേപ്പറിൽ നിന്ന് 2 എണ്ണം ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പേപ്പറിന് ഇതേപോലെ ഇങ്ങനെ മുറിച്ചിട്ട് അതുകൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. അതായത് എൻ്റെ ബ്രഷ് പെൻ, പേസ്റ്റ് കളർ ബ്രഷ് പെൻ എടുത്തിട്ട് ഇങ്ങനെ കളർ അടിച്ചിട്ട് അതിൽ നമുക്ക് വേണ്ട പോലെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ട് ഇതേപോലെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ട് ഞാനത് ഇതേപോലെ പറഞ്ഞ് മുന്നോട്ടേക്ക് ഒന്ന് കയറിയിട്ട് ഒട്ടിച്ച് കൊടുത്താട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം, അങ്ങനെ. പിന്നെ വലുതായിട്ട് ഒട്ടിക്കാട്ടില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു. നല്ല രസമുള്ള 2 ക്യൂട്ട് ബുക്ക്. ഇത് ഒരെണ്ണാൾക്കും ഒരെണ്ണയ്ക്കുമാണ്. ശരിക്കും ഞങ്ങൾ മദർസ പോയി കഴിഞ്ഞാൽ താത്ത അനിയത്തി എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതൊക്കെ. ശരിക്കും അനിയത്തിന് തന്നെയാണ്. ഇത് ഞാൻ ഈ ബുക്ക് ഉണ്ടാക്കാൻ നോക്കുമ്പോൾ 2 ബുക്ക് ഉണ്ടാക്കാൻ നോക്കുമ്പോൾ കൊളായിട്ടില്ല. പക്ഷെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആദ്യമൊക്കെ ആയിട്ട് ഞാൻ ഉണ്ടാക്കിയ ഈ ഒരു ബുക്കാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇത് എൻ്റെ 2 ഫ്രണ്ട്സിനാട്ടാ. അപ്പോൾ വിചാരിക്കുന്നത് എന്തെങ്കിലും അവർക്ക് മാത്രം വേറെ ഇതും ബാക്കിയുള്ളവർക്ക് ഇതൊന്നൊക്കെ, അത് വേറെ ഒന്നല്ല. ഇത് ശരിക്കും ഞാൻ അവർക്ക് ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ആണ്. ശരിക്കും ഞാൻ ഓണം മാത്രമായിട്ടൊരു ഇഷ്ടത്തിൽ അങ്ങനൊന്നുമല്ല, അവർക്ക് ഉണ്ടാക്കി തന്നെയാണ് ബുക്ക്. പിന്നെ എനിക്ക് ഇനി ബാക്കി ഉണ്ടാക്കാൻ ഒരു മൂഡ് കിട്ടുന്നില്ല. ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് മേശം വന്നാണ്ടിരിക്കും. നോക്കുമ്പോൾ മടിയാണ് പറഞ്ഞിട്ട് കയറി ഇവിടെ കിടക്കും. പിന്നെ ഇപ്പോൾ സാറ്റർഡേ അല്ലേ, സാറ്റർഡേ സൺഡേ എത്ര വേഗം പോകുന്നത് ഒരു കൊടുത്തവും കിട്ടില്ല. അങ്ങനെ ഇന്നത്തെ വീഡിയോ കുഞ്ഞു ബുക്ക് കാണിക്കുന്നത് വീഡിയോ ഇത്രയും. നമുക്ക് വേണമെങ്കിൽ ഒരു ചാനലൊക്കെ ചെയ്ത് നോക്കാം. അതിന് മുമ്പ് നമുക്ക് വേറൊരു കാര്യം ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ നമുക്ക് ചാനൽ തന്നെ ചെയ്യാം. കാരണം കുറച്ച് ദിവസം 2 ദിവസം ഞാൻ ചാനൽ ചെയ്തിട്ട് നമുക്ക് ചാനൽ ചെയ്യാം. ഞാനെടുത്തമേ ഒരു മിനിറ്റ് മിസ് എൻ്റെ നൈറ്റ് വെച്ചിട്ട് കാണത്തില്ലൊക്കെ കറുപ്പാ, കണ്ടു നോക്കറില്ല. നമുക്ക് സൗണ്ട് കേൾക്കാൻ പറ്റും. നമുക്ക് കിട്ടൂ ഗൈസ്. അങ്ങനെ വെക്കും. ഇതിപ്പോൾ ഞാൻ എങ്ങനെ വെക്കുന്നു വെക്കോ, പണി മയക്കോ, നല്ല പണിയാണ് വെക്കാൻ. ഒരു മിനിറ്റ്, ഞാൻ ഈ മയക്കൊന്ന് റെഡിയാക്കി വെക്കട്ടെ. കേൾക്കാൻ പറ്റുന്നുണ്ടോ? മൈക്കൊക്കെ വെക്കാൻ പറ്റുന്ന പാടി. ശരിക്കും ഞാൻ ടേപ്പ് ഒട്ടിക്കില്ല ചെയ്യാം മൈക്കിൽ. ഇതിപ്പോൾ അങ്ങനെ പറ്റില്ല, ടേപ്പ് തീർന്നു ഒട്ടിച്ചിട്ട്. ശരിക്കും ഞാൻ ഓൾറെഡി ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ വീഡിയോ ഉദ്ദേശിക്കുന്നില്ലേ? ആദ്യം നിങ്ങൾ വീഡിയോ എടുത്തിട്ട് എഡിറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആ വീഡിയോ ഉണ്ടോ നോക്കണേ.
ഭയങ്കര പണി കിട്ടിയ പോലെ. കാര്യം എന്താ വെച്ചാൽ ഞാൻ വീഡിയോ എടുത്തിച്ചു, പകുതി വീഡിയോ എടുത്ത് കഴിയുമ്പോഴത്തേക്കും ടാബ് വീഡിയോ എഡിറ്റ് വേണ്ടിയിട്ടല്ല, വീഡിയോ എടുക്കുന്ന സമയത്ത് ഹാങ് ആയി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആ ബാക്കി വീഡിയോ എടുക്കുന്നതിന് മുന്നേ എന്താ പറയുക ഫുള്ള് ഹാങ് ആയതൊക്കെ വീഡിയോസ് മൊത്തം കളഞ്ഞു. അല്ല, വീഡിയോ മൊത്തം എടുത്ത് വെച്ചിട്ട് ഹാങ് ആയി. അപ്പം ഞാൻ എന്ത് ചെയ്ത്, അതിലുണ്ടായിരുന്ന വീഡിയോ ഫോട്ടോസൊക്കെ കളഞ്ഞു. അതിൻ്റെ കൂട്ടത്തിൽ അറിയാണ്ട് ഇതും പോയി തോന്നുന്നു. കാരണം എന്താ വെച്ചാൽ എൻ്റെ ഓർമ്മയിൽ വെച്ച് അത് ഉണ്ട്, വേഗം വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് യൂട്യൂബ് ഇടുന്ന അത് കാണില്ല. ഓൾറെഡി ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ബട്ട് അത് ഞാൻ ഡിലീറ്റ് ചെയ്തു. കാരണം എന്താ വെച്ചാൽ കുറച്ചൊന്നും ലാഗായി, കുറച്ചൊന്നും നിന്ന്, പിന്നെ അങ്ങനെയൊക്കെ പ്രശ്നമുണ്ട്. പക്ഷേ അതിന് എത്ര പേര് 13 പേര് കണ്ടിട്ടുണ്ടായിരുന്നു, എന്നാലും ഞാൻ കളഞ്ഞിട്ട് ഒരത് അതുകൊണ്ട് കളഞ്ഞു. അപ്പോൾ നമുക്ക് ഇനി ജേർണൽ ചെയ്യാം. ജേർണലിന് ഞാനൊരു വലിയൊരു ബാഗ് എടുക്കുക, അതിലാണ് എൻ്റെ സാധനങ്ങൾ മൊത്തം ഉള്ളത്. അപ്പം ഞാൻ എടുക്കട്ടെ കേട്ടോ. ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ബാഗൊന്ന് കാണിച്ചത്. ഇത്രയും വലിയ ബാഗിൽ നിറച്ച് സാധനങ്ങൾ വിചാരിക്കുന്നത്, ഈ ഒരു വലിയ ബാഗ്. പക്ഷേ ഈ വലിയ ബാഗിൽ ഇത്രയും നിറച്ച് സാധനങ്ങളൊന്നും ഇല്ല, അതിലൊരു സിബിൽ മാത്രമുള്ള സാധനങ്ങൾ. ആ സിബിന്നാണ് നമ്മളിപ്പോൾ ചാനൽ ചെയ്യാൻ പോകുന്നത്. സിബിന്ന് സാധനങ്ങൾ എടുക്കുന്നു, ചാനൽ ചെയ്യുന്നു. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ASMR ഒക്കെ ഇടാം. ASMR സൗണ്ട് ഇല്ലാത്ത തന്നെയാണ്, പക്ഷേ പേപ്പറല്ല എന്നിട്ട് പറ്റേ. പക്ഷേ ഇതൊന്നും റെഡിയാക്കാം, അതാണ് പ്രശ്നം. ഈ മൈക്കേ സാധാരണ ടാപ്പ് പൊട്ടിച്ചിട്ടാണ് വീഡിയോ എടുക്കാൻ വരുന്നത്, പക്ഷെ ഇപ്പോൾ പറ്റണില്ല. ഓക്കെ ആയോ? ഇല്ല, വായ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ വെക്കില്ല. മൈക്കല്ലാണ്ട് വെക്കേണ്ടി വരും. എന്താ ഇപ്പോൾ കാട്ടുക, നമുക്ക് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യണം. ഞാൻ ഒരു മിനിറ്റ്, ഞാൻ ടേപ്പ് ഉണ്ടോ നോക്കിട്ട്. ഞാൻ ടേപ്പ് എടുത്തിട്ട് വരാം ഗൈസ്. ഇവിടെ ടേപ്പില്ല ഗൈസ്, അതുകൊണ്ട് ഞാൻ മൈക്ക് ഊരിച്ചിട്ടാണ് ഇപ്പോൾ സംസാരിക്കാൻ. അവിടെ കേൾക്കണോ നോക്കറിയില്ല, നമുക്ക് നേരെ തുടങ്ങാം. അത് ഞാൻ എൻ്റെ മുകളിലെ കുറച്ചൊക്കെ ഒന്ന് വെച്ചിട്ട് ഇതിങ്ങനെ വെച്ചാണല്ലോ. ഇത് ഞാൻ ഒരു ഇതുപോലത്തെ എങ്ങനെയുണ്ട് ഗൈസ്? നന്നായിട്ട് കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് നേരെ ജേർണലിംഗ് തുടങ്ങാം. ഹായ് ഹലോ വെൽക്കം. നിങ്ങൾക്ക് എന്നെ കാണാം, ഞാനൊരു ദിവസം എന്നെ കാണിക്കാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുഞ്ഞിലത്തെ എൻ്റെ വീഡിയോ കണ്ട് ഞാൻ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ഞാൻ വലുതായി ഗൈസ്. എനിക്കിപ്പോൾ 10 വയസ്സ്, 5 or 6 വയസ്സിലാണ് ഞാൻ യൂട്യൂബ് തുടങ്ങിയത്. ആ സമയത്ത് യൂട്യൂബ് ഉണ്ടായിരുന്നു, ഫോൺ ഉണ്ടായിരുന്നു, ഇതുണ്ടായിരുന്നു. ഇപ്പം ഞാൻ നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മൾ റീസ്റ്റാർട്ട് ആൻഡ് കം ബാക്ക്. അപ്പോൾ നമുക്ക് തുടങ്ങാട്ടാ. ഞാൻ അല്ലാണ്ട് പഠിപ്പിച്ച് കിട്ടിയാലേ തുടങ്ങലുണ്ടാവില്ല. രണ്ട് പെൻസിൽ കത്തിക്കാത്തി വയ്ക്കണം. അങ്ങനെ കാശ് നല്ല പണി എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാൻ രസം, സമയം കിട്ടില്ല. അയ്യോ, പ്രൈവസി ഓൺലി പ്രൈവസി. ഈ പേജിലാണ് നമ്മൾ തുറന്നു വേണ്ടി പോകുന്നത്. ലെറ്റ്സ് സ്റ്റാർട്ട്. ആദ്യം നമുക്ക് ഓ മൈ ഗോഡ് ഗൈസ്, നമുക്ക് ടേപ്പ് എൻ്റെ ഈ ജേർണൽ ബാഗിൽ ഞാൻ ഇട്ടുണ്ടായിരുന്നു അറിയണ്ട. സോറി ഗൈസ്, നമുക്കിനി മൈക്കാക്കാം. പാട്ട് ശരിക്കും പറഞ്ഞത് എത്ര മണിക്കൂറിൻ്റെ വീഡിയോ ആണോ അല്ല എത്ര മിനിറ്റൊന്നും ഉണ്ടാവില്ല, മണിക്കൂറേ ഉണ്ടാവുള്ളൂ. ഇന്നത് മണിക്കൂറുണ്ടാവും, മിനിറ്റല്ല ഗൈസ്. ജേർണലിന് കഴിഞ്ഞ് നമുക്ക് മാക്സിമം ഒരു 1-2 ജേർണലിന് ചെയ്തിട്ട് വീഡിയോ വൈൻഡപ്പ് ആക്കണം. കാരണം എന്താ അറിയാം, അല്ലാണ്ടുള്ള വീഡിയോസ് നമ്മൾ അയ്യോ ടേപ്പ് തീരാറായി, അയ്യോ ചീത്ത പറയും കറക്റ്റ് ടേപ്പ് ഞാനത് തീർക്കുക പറഞ്ഞിട്ട് സത്യല്ലേ അങ്ങനെയല്ല തീർക്കുന്നത്. ഗൈസ് നമ്മളിങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് തുടങ്ങാം. എനിക്ക് മദർസയിൽ പോകുമ്പോൾ ഞാനൊരു കഥ പറഞ്ഞു. എനിക്ക് ഞാൻ മദർസയിൽ പോകുമ്പോഴേ
എൻ്റെ കാക്ക ഉണ്ടല്ലോ കിടന്ന് ഇങ്ങനെ ഉറങ്ങും. അപ്പോൾ എനിക്ക് തോന്നി എന്തോ ഒരു ഭാഗ്യമാണ്. പക്ഷേ ഈ സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാണ്ടല്ലോ അപ്പോൾ തോന്നും ഷോ ഉറങ്ങണ്ട, ഇവിടെ വന്നെങ്കിൽ നല്ല വൈബാന്ന് തോന്നും. വീട്ടിൽ വന്നാലോ ഊന്നോറോട് കിടന്ന് ഉറങ്ങാം, എന്നാലോ അവരിലോട് ഹോംവർക്ക് ഉണ്ടാവും. അപ്പോൾ തോന്നും ഓ മദർസ നല്ല, മദർസ പോയാലും സ്കൂളിൽ നല്ല. പല സമയത്തും പല ചിന്ത. നമുക്ക് തുടങ്ങാം എന്തായാലും. ഫസ്റ്റ് തന്നെ നമുക്ക് ഒരു എടുക്കാം ഗൈസ്. വാഷി ടേപ്പ് എടുക്കായോ? ഇവിടെ വാതിലിൻ്റെ സൗണ്ടാണ് മക്കളെ. ഫസ്റ്റ് ഈ ഒരു വാഷി ടേപ്പ് ഉണ്ടാവും, ഈ ഒരു വാഷി ടേപ്പ് ഉണ്ടാവും. ഞാൻ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയതും ഉണ്ടാക്കാത്തതും. നമുക്ക് ASMR ആണോ നോക്കാം. It's to ASMR. പോണ് ഉരുണ്ട് ഇതാ പിന്നെയും പോണ്. എന്തതിന് ഒരു സ്ഥലത്ത് നിൽക്കാറില്ലേ? ഒരെണ്ണം കൂടെ ഉണ്ട് കേട്ടോ. ഇത്ര തന്നെ ഉള്ളൂ. അല്ല വേറെ ഉണ്ട് ഇല്ല കേട്ടോ. ഇല്ല സോറി, ഇറ്റ്സ് മൈ മിസ്റ്റേക്ക് ഗൈസ്. ഓ ഗൈസ് ഇതുണ്ട്, ഇത് ഞാൻ ഉണ്ടാക്കിയാണ്. വാഷി ടേപ്പ് മീൻസ് വാഷി ടേപ്പ് ആണ്. മറ്റേ വാഷി ടേപ്പ് ശരിക്കും പറഞ്ഞത് വാഷി ടേപ്പ് ആട്ടെ. ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് എൻ്റെ ഒരു ക്രിയേറ്റിവിറ്റിയിൽ. പിന്നെ അത് എന്താ പറയുക, ചളിഞ്ഞാണ്, വിളങ്ങിപ്പോയതാണ്. വേറെ എന്തുണ്ട്, ഇതും ഞാൻ ഉണ്ടാക്കിയാണ്. നമുക്കിനി സമയം കളയണ്ടേ, നമുക്ക് വാഷി ടേപ്പ് പറയുന്നുണ്ട്. ഞാൻ ഉണ്ടാക്കിയത് ഉണ്ടാക്കാത്തതൊക്കെ ഉണ്ട്. നമുക്ക് തുടങ്ങിയാലോ ഗൈസ്. വാഷി ടേപ്പ് അല്ല ഞാൻ കാണിച്ച്. ലെറ്റ്സ് ഗോ ഗൈസ്. ഞാനൊരു ഫ്ലക്കർ പോലത്തെ സാധനം ഇടുന്നുണ്ട്, അതും കൂടെ എടുക്കട്ടെ. അതില്ലെങ്കിൽ നമുക്ക് നേരത്തെ തുടങ്ങാം. പക്ഷെ നമുക്ക് എന്തെങ്കിലും ഫ്ലക്കറൊക്കെ അതൊക്കെ എന്താ പറയുക, നമ്മുടെ ഗാഡ്ജറ്റ് കയ്യല്ലേ. എന്തായാലും പ്ലക്കർ ഒറിജിനൽ പ്ലക്കർ കിട്ടില്ല. പക്ഷെ ഞാൻ എക്സ്പെൻസീവ് കൊണ്ടൊരു പ്ലക്കർ ഉണ്ടാക്കിയിട്ടുണ്ട്, അത് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതുകൊണ്ടൊരു ഉപയോഗമില്ല. നിനക്കുണ്ട് വല്ല ഉപയോഗം ഉണ്ടോ? മറ്റേ സൗണ്ടൊക്കെ ഉണ്ട്. പേപ്പറുകളൊക്കെ എടുക്കാൻ പറ്റും. എന്താ പേപ്പറുകളൊക്കെ എടുക്കാൻ പറ്റും. ഇതെൻ്റെ കൈ ഇവിടെയാണ്. ഞാനിപ്പോൾ ഈ പേപ്പർ എത്തിലില്ല. പേപ്പർ കൈ ഇവിടെ ഉണ്ട്. ഞാൻ കൈയായിട്ടൊന്നും എടുക്കണില്ല. അതാ കൊണ്ടാണെങ്കിൽ എന്താ കാണിച്ചു തരുന്നില്ല എന്നുള്ളൊരു വാക്ക് പറയരുത്. അയ്യാ പക്ഷെ ഇത് എടുക്കാനൊരു പണിയാണ്. കൈ വെച്ചതും പോയി. അതേപോലെ അങ്ങോട്ട് വെക്കുക. അങ്ങനൊന്നും പറയരുത്, കാരണം ഞാൻ അങ്ങനെ വെച്ചിട്ടില്ല. ഇപ്പോഴാണ് ഞാൻ അങ്ങനെ വെക്കുന്നത്. നമുക്ക് ചവിട്ടിറങ്ങാം. തുടങ്ങാൻ എന്തെങ്കിലും തുടങ്ങണില്ല. ഇത് വെച്ചിട്ട് ഇനി അത് തുറക്കാൻ പറ്റത്ത്. ഈ ഫെവി സ്റ്റിക്കിനുണ്ടല്ലോ ഒരു അരിയൊക്കെ പൂത്ത മണം. പൂത്തല്ല, ഒരു അരി ഇതൊക്കെ മണം, അതേ മണം. അയ്യൻ്റെ പക്ഷേ ഇത്രയുള്ള ചാളും പശയൊക്കെ ചൊട്ടിച്ചിട്ട് ഇപ്പം അത്ര ഉള്ളു സാധനം. ഗൈസ് ഇത് നിങ്ങൾ മൈൻഡ് ആക്കണ്ട. അവിടെ ഇവിടെ നിന്ന് മെർസോ മിതു എന്നൊക്കെ പറഞ്ഞിട്ട് സൗണ്ട് കേൾക്കും. നിങ്ങളത് മൈൻഡ് ആക്കരുത്. കാരണം എന്താണ്, ഇവിടെ ചീത്ത പറയുന്നുണ്ട്. അതൊക്കെ വട്ടായും ഇക്കനും കണ്ട് ഇക്കനും വട്ടായും ശരിക്കും കൂട്ടായിട്ടില്ല. നമുക്കേ ഇതും എൻ്റെ ഫ്രണ്ടാണ്. ജേണൽ ചെയ്യാനൊരു നോ ഐഡിയ എന്ന് നോക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട് ഒന്നാണ് എൻ്റെ കയ്യിലെ പേപ്പറൊക്കെ ആയിട്ട് വാരി ഒട്ടിച്ചു. ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പറയാം, ഇങ്ങനെ ഒരു വീഡിയോയിൽ അതിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്, അവച്ചൊന്ന് കണ്ടു നോക്കും. ആൾ കാണുമ്പോൾ ആൾക്ക് സന്തോഷമാകും. എന്താണെന്ന് നമുക്ക് റിയാക്ഷൻ കിട്ടും. മദ്രസയിൽ നമ്മൾ സ്കൂളിൽ നമ്മൾ കാണാം. പിന്നെ ഒരു ബീറ്റർ പേപ്പർ അത് കൊട്ടിക്കാം. ശരിക്കും വെച്ചാൽ നിങ്ങൾക്ക് എന്ത് കളറായിട്ടാണ് കാണുന്നത് അറിയില്ല, പക്ഷെ നല്ല തിളക്കം കേട്ടോ വീഡിയോയിൽ കാണുമ്പോൾ. ഇല്ലേ നേരിട്ട് കാണാൻ ഭയങ്കര ക്യൂട്ടാണ് ഗായ്സ്. ഇവിടെ എന്താണ്, നമുക്ക് ഈ ഒരു ഭാഗം മുറിക്കുന്നു, അത് മാറ്റുന്നു. അതിനുശേഷം നമ്മൾ ഇങ്ങനെ ഇവിടെ മുറിക്കുക. കാരണം എന്താ പറയുക, സൈഡിലോട്ട് വെക്കാനാണ്. ഇതേപോലെ എടുക്കുക, അടുത്ത സൈഡിലേക്ക് അതേപോലെ വെക്കുക. ഇതും നമുക്ക് വെക്കാനുള്ളതാണ്. എവിടെ, ഈ ഒരു സൈഡിലും പിന്നെ നമ്മളിത് ഈ ഒരു കോർണറിലോട്ട്. ഞാൻ രണ്ട് സൈഡിലും ചെയ്യാറുണ്ട് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സൈഡിലും ഞാൻ ചെയ്യും. എന്നാലല്ലേ ബുക്കിനൊരു ഗുമ്മുണ്ടാവുള്ളൂ. ഇങ്ങനെ കഥ പറയാൻ പറ്റില്ല. ഈ കഥ ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. മദ്രസയിൽ പോയി നിൽക്കുമ്പോൾ
എൻ്റെ വാക്ക് അങ്ങനെ വെറുതെ കിടന്നു. ആദ്യം പറഞ്ഞു. സോറി ഗൈസ്, ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. ഗൈസ് ഞാൻ ഇവിടുത്തെ ഒട്ടിച്ചു, ഇവിടെ ഒട്ടിച്ചു. ശരിക്കും ഇവിടെ ചുക്കി തുടങ്ങിയിട്ടുണ്ടോ? ഇതെന്താ അറിയോ, ഞാൻ ഈ ടാപ്പ് ഒട്ടിച്ചില്ല അവിടെ. അപ്പോൾ അവിടെ അങ്ങനെ ചുക്കി തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങോട്ട് കുറച്ചിട്ട് പെയ്തൊക്കെ പോലും. അപ്പോൾ ഞാൻ സാധനം പറഞ്ഞിട്ട് എന്തായാലും ചാനൽ ചെയ്യുമ്പോൾ നമ്മളത് മറക്കും. എങ്ങനെ ഇറ്റ്സ് ടൈം ഫോർ എ വാഷി ടേപ്പ്. വാഷി ടേപ്പ് ഉള്ളപ്പോൾ നമ്മൾ വിഷമിക്കേണ്ട, അതും നീളമുള്ള വാഷി ടേപ്പ്. നിൻ്റെ സമാർ കിട്ടും നോക്കട്ടെ. കിട്ടിയോ ഗൈസ്? ഒന്നുകൂടെ കിട്ടുന്നുണ്ടോ നോക്കണേ. കിട്ടുന്നുണ്ടെങ്കിൽ കമന്റ് ബ്ലൂ നോക്കിക്കോട്ടെ. 3 2 1 സ്റ്റാർട്ട്. കിട്ടിയെന്ന് ഞാൻ ഞെട്ടി നോക്കാം. ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് വീഡിയോ എടുക്കാൻ സമയത്ത് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ വീഡിയോ ഇട്ടിയ സമയത്ത് വോയിസ് ഓവർ കൊടുക്കാൻ ചേർക്കും. സമ്മതിക്കണില്ല ഇവിടെ എൻ്റെ തൊള്ളയെ കണ്ട് എന്തെങ്കിലും പേരും. അപ്പം ഞാൻ വിചാരിക്കുന്നത് സംസാരിച്ചിട്ട് കണ്ട് വീഡിയോ എടുക്കാം. കാരണം എനിക്ക് സംസാരിക്കാണ്ടിരിക്കാൻ പറ്റില്ല. എക്സ്ട്രീംലി എക്സ്ട്രാവേർട്ടാണ് ഞാൻ. ഇൻട്രോവേർട്ട് എന്നൊക്കെ ആണെങ്കിൽ മിണ്ടാണ്ടിരിക്കണവരെല്ലാം പറയാം. പക്ഷേ അത് എക്സ്ട്രീംലി എക്സ്ട്രാവേർട്ടാണ് ഞാൻ. അത്രയ്ക്കും ഇതിനെക്കുറിച്ച് എനിക്ക് ഭയങ്കരമായിട്ട് അറിയാം. എന്നെ തന്നെ അറിയാം. പക്ഷെ നിന്നൊക്കെ സംസാരിക്കുന്ന ഒരവസ്ഥ അത് ഞാനെപ്പോൾ അറിയിക്കും. പ്രത്യേകിച്ച് എൻ്റെ അനിയത്തി മീൻസ് എൻ്റെ മദർസത്തെ കേട്ടോ. ഞാൻ മദർസയിലെ അനിയത്തിയൊക്കെ ഉണ്ട്, എൻ്റെ സ്വന്തം അനിയത്തിയുടെ പോലെ. പക്ഷെ എനിക്ക് സ്വന്തമായിട്ട് അനിയത്തില്ല, 2 ഇക്കാമാരുണ്ട്. പിന്നെ ഞാൻ പറയുന്ന താത്ത ഉണ്ടല്ലോ, ആ താത്ത എൻ്റെ മാമിൻ്റെ മോളാണ്. ബട്ട് അത് എൻ്റെ താത്തയാണ്. താത്തന്നല്ലേ, താത്ത വിളിക്കില്ലല്ലോ. താത്തു ഇങ്ങനെ ഒരു സ്വഭാവമുണ്ട്. എന്നുവെച്ചാൽ എന്തായാലും പേരിട്ടുണ്ടെങ്കിൽ പരിചയമുള്ളവരൊക്കെ പേരോ അല്ലെ അവരെ മുന്നിച്ചിട്ട് താത്ത ഇങ്ങനെയൊക്കെ പറയുന്ന സ്വഭാവമുണ്ട്. എന്തായാലും സംസാരിച്ച് നമ്മൾ താത്താടെ വരവ് ഉണ്ടാക്കിയിട്ടുണ്ട്. വാശിട്ടപ്പോൾ എന്തായാലും നമുക്ക് ഒട്ടിക്കാം. ഇറ്റ്സ് ടൈം ഫോർ പെങ്കു. ഞാൻ പറഞ്ഞില്ലേ, ഞാനിവിടെ വെച്ചിട്ട് ആക്കും മറിക്കുന്നു. പറഞ്ഞതാ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇത് വേണം. ഒട്ടുന്നില്ല, അവിടെ ഞാനൊന്ന് ഒട്ടിച്ചെടുത്തോ. എൻ്റെ ഫ്രണ്ട്സ് ചെയ്തത് ഞങ്ങൾക്ക് എന്ത് ക്യൂട്ടാ അറിയോ. ഇറ്റ്സ് അവരുടെ ഭാഗ്യം. ഇതെൻ്റെ ഫ്രണ്ട് എന്ന് വാഷിട്ടാപ്പാട്ടോ. അവളുടെ അടുത്ത് ഇതിൻ്റെ ഒരു പെട്ടിയുണ്ട് വാഷി ടേപ്പിൻ്റെ. ആ വാഷി ടേപ്പ് മൊത്തം തരുന്ന ഞങ്ങൾക്ക് ഓർഗനൈസറായിട്ട് യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ അവൾക്ക് വാഷ് ടേപ്പ് വെക്കാൻ വേറെ പെട്ടി ഉണ്ടെങ്കിൽ ആ പെട്ടിയിലിട്ടിട്ട്. അപ്പം ഞാനിപ്പോൾ വാഷ് ടേപ്പ് ജേണലാണ് ചെയ്യുന്നത് വെച്ചിട്ട്. യെസ് ഗൈസ്, ഞാൻ ചെയ്യുന്ന ജേണൽ ഫുള്ളാണ് വാഷ് ടേപ്പ്. ഫുള്ള് വാഷ് ടേപ്പ് വെച്ചിട്ട് കോട്ട്സ് ഉണ്ടാവില്ല. ഞാൻ എന്താ ഒട്ടിക്കാൻ ഇഷ്ടം, എഴുതാനോ വരയ്ക്കാനൊന്നും ഇഷ്ടമല്ല. ജേണൽ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവരുടെ പേര് ഞാൻ ഇപ്പോൾ ഉൾപ്പെടുത്തുന്നില്ല. അവൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഞാൻ പേര് ഉൾപ്പെടുത്താം. ഞാൻ ഈ ഒരാളോട് ചോദിച്ചോക്കണം പേര് ഉൾപ്പെടുത്തട്ടേ. അതായത് ഇപ്പോൾ എനിക്ക് ഉണ്ടാക്കി തരുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് കുറച്ച് സാധനം സർപ്രൈസ് എൻ്റെ ഒരു അനിയത്തി എന്ന് പറഞ്ഞിട്ട് ആ ആളെനിക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട് അല്ല. അപ്പോൾ ആ ആളാണ് എനിക്ക് ഈ ജാതി സർപ്രൈസ് ഉണ്ടാക്കി തരുന്ന ആളാണ് എൻ്റെ അനിയത്തി. അത് ആരുണ്ടാക്കിയപ്പോൾ ആ ആളെ എൻ്റെ അനിയത്തിയാണല്ല, മെയിനായിട്ട് എനിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ അനിയത്തിയാണ് എൻ്റെ ഫ്രണ്ടല്ല, ഒരു അനിയത്തിയുടെ പോലെയാണ്. കാരണം നമുക്ക് ഈ വൈബിനൊക്കെ ഒത്തുപിടിക്കാൻ പറ്റിയതും ഒരാളല്ലേ ഉള്ളൂ. അതാണ് എൻ്റെ ഫ്രണ്ടും അനിയത്തി. ഫ്രണ്ടിൻ്റെ പേര് ഞാൻ അവിടെ മറക്കും ചിലപ്പം. മൈ ഫ്രണ്ട് ആൻഡ് സിസ്റ്റർ ഈസ് വൺ. That is നിങ്ങൾക്ക് ചിലപ്പോൾ എനിക്ക് കാണാൻ പറ്റണമെങ്കിൽ ഞാൻ എഴുതിയത്. എന്തായാലും കുഴപ്പമില്ല. ഞാൻ ഈ ഒരു ജേണൽ വല്ലാണ്ട് എഡിറ്റ് ചെയ്യുന്നില്ല. കാരണം എന്താ വെച്ചാൽ മടിയാണ്. പിന്നെ വലിയ ലോങ് വീഡിയോ വേണ്ട വെച്ചിട്ടാണ്. അപ്പം ഈ ഒരു ഇതും കൂടെ ഒട്ടിച്ചിട്ട് വേറെ സാധനം ഒട്ടിച്ച് നമുക്ക് നിർത്താം. അത് ഞാൻ ഫുൾ ഔട്ട്പുട്ട് ചെയ്യാൻ കാണിച്ചാൽ പിന്നെ അത് എടുത്തൊക്കെ ഉണ്ടല്ലേ, ആ ഒരു മടിയും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഞാൻ ഉണ്ടാക്കിയ വാഷ് ടേപ്പും കൂടെ ഒട്ടിച്ചിട്ട് നമുക്ക് നിർത്താം ഗൈസ്. നമുക്ക് ഇതേപോലെ ഒരു വാഷ് ടേപ്പ് കൊണ്ട് ഒട്ടിച്ചെടുക്കാം ഗൈസ്. ഞാനത് ഇത്ര ചെയ്യുന്നുണ്ടോ
ഈ ഒരു പേര് ഞാൻ പുറത്ത് പിടിക്കാം. ഞാൻ അവരോട് ചോദിച്ചിട്ട് എനിക്ക് ഞാൻ ഈ ഒരു ജേണൽ ബുക്കിൽ ടൂർ ചെയ്യാൻ വിളിച്ചത്. അപ്പം ഞാൻ എന്തായാലും ഞാൻ കാണിക്കാം കേട്ടോ, പറയുകയും ചെയ്യാം. പേര് ഞാൻ കാണിക്കുന്നില്ല. ഇതാ ഇവിടെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് വലുതായിട്ടൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നാണ്. കയ്യിലുള്ളതാണ് പേര് മാത്രം ഞാൻ മറച്ചിട്ടിരിക്കും. അപ്പോൾ ഗൈസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോത്തിലുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഷെയർ സബ്സ്ക്രൈബ് കാണുമ്പോഴേക്കും വീണ്ടും നമ്മളൊരു പുതിയൊരു വീഡിയോ വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.